ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ 55ാമത് സൂം ക്ലാസ്, അതായത് സാങ്ക്ടിഫിക്കേഷൻ എന്ന വിഷയത്തിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ക്രിസ്തു തൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്താൽ നമ്മളെ രക്ഷിച്ചു എന്ന് വചനം പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനം നമുക്ക് പകരമുള്ള മരണ അടക്ക പുനരുത്ഥാനമാണ്. നാം മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ചു, നാം അടക്കപ്പെടേണ്ട സ്ഥാനത്ത് അവൻ അടക്കപ്പെട്ടു. പുനരുത്ഥാനം അവനിലൂടെ അവൻ്റെ കൂടെ നമ്മൾക്ക് സംഭവിച്ചു. എന്നിട്ട് നമ്മെ ഇന്ന് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തുയേശുവിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ പൊസിഷൻ. ഒരുവൻ ക്രിസ്തുവിൻ്റെ വചനം കേട്ട് ക്രിസ്തുവിനെ ഈ ദൈവം മതി എനിക്ക് എന്ന് തീരുമാനിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച് ആ ക്രിസ്തുയേശുവിലൂടെ ഉള്ള എല്ലാ രക്ഷയുടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളും, അവനെ രക്ഷിക്കാൻ വേണ്ടി പിതാവായ ദൈവം ക്രിസ്തുയേശുവിലൂടെ എന്തെല്ലാം ചെയ്തിരിക്കുന്നു അതെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന ആ നിമിഷം അവൻ രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയും. പക്ഷെ അത് മാത്രമല്ല അന്ന് സംഭവിക്കുന്നത്. ദൈവം തൻ്റെ ആത്മാവിനെ അവൻ്റെ ആത്മാവിലേക്ക് ആക്കിക്കഴിഞ്ഞു. അവനെ നീതീകരിച്ചു. ദൈവത്തിൻ്റെ നീതിമാൻ, എൻ്റെ നീതിമാൻ എന്ന് അവനെ ഡിക്ലെയർ ചെയ്തു. അവനെ ജസ്റ്റിഫൈ ചെയ്തു. അതായത് ഇനി പാപിയല്ല, അവൻ പാപം ചെയ്തിട്ടില്ലാത്തവനായിട്ട് ദൈവം കാണുന്നു. ആ പാപം ചെയ്തിട്ടില്ലാത്തവനായിട്ട് ദൈവം കാണുവാൻ വേണ്ടി അവനെ ക്രിസ്തുയേശുവിലും ഇരുത്തിയിരിക്കുക. അങ്ങനെ ക്രിസ്തുയേശുവിലിരിക്കുന്ന അവനെ പാപിയല്ലാതെ നീതിമാനായിട്ട് പിതാവായ ദൈവം കാണുന്നു. ആ രക്ഷയുടെ അനുഭവത്തോടു കൂടി എന്നിലേക്ക് വന്ന അവൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ആത്മാവിനോട് ഓരോ നിമിഷവും എന്നെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ, പുത്രി, 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 ഞാൻ ദൈവത്തിൻ്റെ പുത്രി, ഞാൻ ദൈവത്തിൻ്റെ നീതിമാൻ. ഇങ്ങനെ എന്നെ അവൻ നിരന്തരം പറഞ്ഞു പഠിപ്പിക്കുകയാണ്. കാരണം ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ജീവിച്ച എനിക്ക് നീതിബോധം പ്രയാസമാണ്. കുറ്റബോധത്തിൽ പലപ്പോഴും ഞാൻ കിടക്കാറുണ്ട്. ഞാൻ മകളാണെന്ന്, അവൻ്റെ പുത്രി പുത്രന്മാരാണ് നമ്മൾ എന്ന് എത്ര വചനം പറഞ്ഞാലും അതെൻ്റെ ഹൃദയത്തിലേക്ക് കയറുവാൻ, എനിക്കതൊരനുഭവമായി തീരുവാനായിട്ട് പ്രയാസമാണ്. ഞാൻ വാക്കുകൊണ്ട് പറയുമായിരിക്കും ഞാൻ അവൻ്റെ പുത്രിയാണെന്ന്, പക്ഷെ അത് എന്നിൽ ജീവനായി തീർന്നിട്ടില്ല. അത് അവൻ്റെ ആത്മാവ് എന്നോട് പറയും, നീ പുത്രിയാണ്, നീ പുത്രിയാണ്, നീ ദൈവപുത്രിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പകരമായിട്ട് എന്നിലൂടെ അവന് അപ്പാ പിതാവേ എന്ന് വിളിക്കും, എനിക്ക് പകരമായിട്ട്. അങ്ങനെ പല പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോൾ എൻ്റെ ആത്മാവ് അതിനോടുകൂടി പ്രതികരിക്കാൻ തുടങ്ങും. പതുക്കെ പതുക്കെ എൻ്റെ ആത്മാവിന് മനസ്സിലാകുന്നു ഞാൻ ദൈവ മകളാണെന്ന്. എനിക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനായിട്ടുള്ള, എന്നെ ജനിപ്പിച്ച അപ്പനെ വിളിക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ള ബോധ്യം എനിക്ക് വരുന്ന ഗ്രാജ്വലായിട്ട് ഞാൻ അങ്ങനെ വിളിക്കാനും തുടങ്ങുന്നു. ഇതാണ് പിതാവായ ദൈവം തൻ്റെ ആത്മാവിനാൽ എന്നിൽ നിവർത്തിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ കൂടെ അടുത്ത പടിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നടക്കുന്ന ഒരു സംഗതിയാണ് എന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളത്. എന്നിലുള്ള അശുദ്ധികളെ മാറ്റി
അവൻ്റെ പുത്രൻ്റെ മണവാട്ടിയാക്കി എന്നെ തീർക്കാനായിട്ട്, കറയോ ചുളിവോ മാലിന്യോ ഒന്നുമില്ലാത്തവളാക്കി എന്നെ മാറ്റുവാനായിട്ട് അവൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ന് ഞാൻ പിതാവായ ദൈവത്തിൻ്റെ ആ പുത്രനായ ക്രിസ്തുയേശുവിൽ ഇരുത്തിയിരിക്കുകയാണ് എന്നെ. ഞാൻ പാപിയല്ല, വിശുദ്ധീകരിക്കപ്പെട്ടവളാണെന്ന് വചനം പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ അശുദ്ധി കാണും, പക്ഷേ ദൈവം എന്നെ വിളിക്കുന്നു, വചനം എന്നെ വിളിക്കുന്നു വിശുദ്ധ എന്ന്, വിശുദ്ധൻ എന്ന്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നമ്മൾ ഈ ക്ലാസ്സിൽ കാണാൻ പോകുന്നത് ദൈവത്തിന് പല ഉപാധികളുണ്ട്, അല്ലെങ്കിൽ ഏജൻസ് ഉണ്ട് നമ്മളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട്, അല്ലെങ്കിൽ സ്ഥാനീയ വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. സ്ഥാനീയ വിശുദ്ധീകരണം, നമ്മുടെ വീണ്ടും ജനനം, നീതീകരണം, പുത്രത്വത്തിലേക്ക് പ്രവേശിക്കുക, ഇതെല്ലാം ഒന്നിച്ച് നടക്കുന്ന സംഭവമാണ്, ഒറ്റ സംഭവമാണ്. അതിൻ്റെ പല ആംഗിളിൽ കൂടെ നമ്മൾ കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പറഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം നമ്മളെ സ്ഥാനീയ വിശുദ്ധീകരണത്തിനായിട്ടുള്ള ദൈവത്തിൻ്റെ ഉപാധികൾ അഥവാ ഏജൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. വേറൊരു വിധത്തിൽ വന്ന സ്ഥാനീയ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു വിഷയമായിട്ട് തോന്നുവാണ്. വേറെ ഒന്നും പറഞ്ഞ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച ദൈവത്തിൻ്റെ ചില മാർഗങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ള അവ കാണാം. ഒന്നാമതായിട്ട് യേശുവിൻ്റെ യാഗം. എബ്രായർ 10:10 നാം ക്രിസ്തുയേശു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ, അവൻ്റെ യാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ്യർ 1:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടത് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. സോ ഇവിടെ നമ്മൾ അവൻ്റെ മരണത്തിൻ്റെ ആ ശാരീരിക മരണത്തെ നമ്മൾ കാണണം. കാരണം പഴയ നിയമകാലത്ത് പാപമോചനത്തിനുള്ള മാർഗം എന്ന് പറയുന്നത് യാഗമായിരുന്നു. അവൻ്റെ ശരീരയാഗവും നമ്മളിവിടെ കണ്ടു അല്ലേ? എബ്രായർ 10:10 പറഞ്ഞു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ. സോ ആ യാഗം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു മൃഗത്തെ കൊല്ലുക. എന്തുകൊണ്ടാണ് മൃഗത്തിനെ കൊല്ലുന്നതിൻ്റെ അർത്ഥം? ഈ വ്യക്തിയുടെ ജീവന് പകരം ഞാൻ അതങ്ങ് അംഗീകരിക്കുന്നു, ആ മൃഗത്തിൻ്റെ ജീവനെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. എന്നിട്ട് അതിനർത്ഥം ഒന്നേ ഉള്ളൂ, കർത്താവെ നീ ഈ എന്നിലേക്ക് നോക്കണ്ട, ഈ യാഗത്തിലേക്ക് നോക്കി ഈ യാഗത്താൽ ആ ജീവൻ നൽകുന്നതിൽ കൂടെ, ആ ഒരു മൃഗത്തിൻ്റെ ജീവൻ നൽകുന്നതിൽ കൂടെ നിനക്ക് എന്നോടുള്ള കോപത്തെ ശമിപ്പിക്കണം. അതാണ് ആ യാഗത്തിൻ്റെ അർത്ഥം. ആ പാപത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കണം അല്ലേ? പാപത്തിൻ്റെ ശിക്ഷയായ മരണം ഞാൻ അനുഭവിക്കണം. പക്ഷെ അതിന് പകരം ദൈവം നിയോഗിച്ച ഒരു മൃഗം, അതിനെ കൊന്നിട്ട് അതിൻ്റെ ജീവൻ നൽകുന്നു. ഇനി രക്തത്തിൻ്റെ പ്രാധാന്യം അതുതന്നെയാണ്, രക്തത്തിലാണ് ജീവനുള്ളത്. അതുകൊണ്ട് ആ മൃഗത്തിൻ്റെ ജീവൻ നൽകി എനിക്ക് ആ പിതാവായുള്ള ദൈവവുമായിട്ടുള്ള ആ പഴയ സ്ഥാനത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്, പാപമില്ലാത്ത അവസ്ഥയിലേക്ക് മടങ്ങി വരികയാണ്. അതാണ് ശരീരയാഗത്തിൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു എന്ന് പറയുന്നത് ഇതാണ് അർത്ഥം. ആ ജീവൻ നൽകി നമ്മളെ പിതാവായ ദൈവവുമായിട്ട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വന്ന് റെക്കൺസിലിയേഷൻ, നമ്മളെ റെക്കൺസൈൽ ചെയ്യിപ്പിച്ചു. രണ്ടാമത്തെ രക്തം, യേശുവിൻ്റെ രക്തം. രക്തത്തിൻ്റെ പ്രാധാന്യം ഞാനിപ്പം പറഞ്ഞതാണ്. രക്തത്തിലാണ് ജീവനുള്ളത്. അതുകൊണ്ട് ജീവൻ ഉള്ള രക്തത്തെ കൊടുത്തിട്ട് ദൈവത്തിൻ്റെ കോപത്തെ ശമിപ്പിക്കുകയാണ്.
ഇവിടെ യേശു തൻ്റെ രക്തം ക്രൂശിൽ ചൊരിഞ്ഞു. അതിലൂടെ ദൈവത്തിൻ്റെ കോപത്തെ, സകല മാനവജാതിയുടെയും പാപം അവൻ വഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉഗ്ര കോപം അവിടെ ഉള്ളത്. ആ കോപത്തിൻ്റെ അനന്തരഫലമായിട്ട് അതിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കണം. ആ ശിക്ഷ അനുഭവിച്ച് ക്രിസ്തു മരിച്ചു, രക്തം ഒഴുക്കി. രക്തമില്ലാതുള്ളൊരു മരണമല്ലായിരുന്നു അവൻ്റേത്, രക്തം ചൊരിഞ്ഞുള്ള മരണമായിരുന്നു. അതിലൂടെ നമ്മുടെ പാപത്തിൻ്റെ ക്ഷമ മാത്രമല്ല, പിതാവായ ദൈവവുമായിട്ടുള്ള ആ പഴയ ബന്ധത്തിലേക്ക് വന്നു. പീസ് വിത്ത് ഗോഡ്, സമാധാന ബന്ധത്തിലേക്ക് വന്നു. രണ്ട് ശത്രു രാജ്യങ്ങളിൽ തമ്മിൽ ഒരു സമാധാന ബന്ധമുണ്ടാക്കുന്നത് പോലെ നമ്മൾ സമാധാന ബന്ധത്തിലേക്ക് വന്നു. കൊലോസ്യർ 1:20 പറഞ്ഞിരിക്കുന്നു, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. അതായത് ക്രിസ്തു മുഖേന സമാധാനമുണ്ടാക്കി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് നഷ്ടപ്പെട്ട സ്ഥാനത്തിൽ തിരിച്ചാക്കി. എന്ന് നഷ്ടപ്പെട്ട സ്ഥാനം, ആദാമിൽ കൂടെ നമുക്ക് നഷ്ടപ്പെട്ട പിതാവുമായിട്ടുണ്ടായിരുന്ന ആ പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്, അത് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇന്ന് നമ്മളെ അതിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അവിടെ ആ സമാധാനം സ്ഥാപിച്ചു. 1 പത്രോസ് 1:19 നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. കുഞ്ഞാട്ടിൻ്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു. വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വീണെടുത്തു നിന്ന് തിരിച്ചെടുത്തു. പാപത്തിൽ വീണു, തിരിച്ചെടുത്തു. നീതിയിലേക്ക് തിരിച്ചെടുത്തു. ഇനി രക്തത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയാൽ, ആദ്യത്തെ ആ ഒരു യാഗമുണ്ട്, ഹാബേലിൻ്റെ മൃഗയാഗം. ഹാബേൽ മൃഗത്തെ യാഗം അർപ്പിച്ചു, അതിലൂടെ ദൈവം പ്രസാദിച്ചു. കായ്കനികളിലുള്ള യാഗം ദൈവം പ്രസാദിച്ചില്ല. കാരണം അവിടെ വേണ്ടത് ജീവനാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് വേണ്ടത് ഒരു ജീവനാണ്. മനുഷ്യജീവന് പകരം മൃഗത്തിൻ്റെ ജീവനെ ദൈവം സ്വീകരിച്ചു. അതാണ് ആ ഹാബേലിൻ്റെ ഇതിൽ കാണുന്നത്. പ്രളയത്തിന് ശേഷം നോഹ യാഗം അർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മോശയിലൂടെ ദൈവം നൽകിയ കൽപ്പനകളിൽ ഓരോ ലംഘനത്തിനും യാഗങ്ങളുമുണ്ട്. അതാതിൻ്റേതായിട്ടുള്ള യാഗങ്ങളുണ്ട്. അത് ആ ഉടമ്പടി പുസ്തകങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, പഴയ ഉടമ്പടി പുസ്തകങ്ങളിൽ കാണുന്ന ആദ്യ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. നമ്മൾ ഓരോ പാപത്തിനും ഉള്ള യാഗങ്ങൾ പറയുന്നുണ്ട്. എബ്രായർ 9:22 പറയുന്ന ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. സോ ആ രക്തം ചൊരിഞ്ഞ് നമ്മളെ മോചിപ്പിച്ച്, ആ പാപത്തിൻ്റെ പിടിയിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുക ചെയ്തത്. ഇനിയും 3, 4 അതൊന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ നമ്മളെ സ്ഥാനീയ വിശുദ്ധീകരണത്തിലേക്ക്, അതായത് വീണ്ടും ജനനം, ഇതെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ പലതായിട്ട് കാണുന്നെന്നുള്ളത് മാത്രമേ ഉള്ളൂ. 3, 4 വാക്യങ്ങൾ, പോയിൻറ്റ്സ്: യേശുവിൻ്റെ നാമവും പരിശുദ്ധാത്മാവും. 1 കൊരിന്ത്യർ 6:11 പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലും അവൻ്റെ ആത്മാവിനാലും, പരിശുദ്ധാത്മാവിനാലും. അപ്പം ശുദ്ധീകരണവും നീതീകരണം, വീണ്ടും ജനനം, ഇതെല്ലാം തന്നെ ഒന്നാണ്, ഒന്നിച്ച് സംഭവിക്കുന്നതാണ്. ഇതെല്ലാം ഒരു കോയിൻ്റെ. ഈ
വീണ്ടും ജനനം, നീതീകരണം, ഇതെല്ലാം ഒരു കോയിൻ്റെ രണ്ട് വശമായിട്ട് നമുക്ക് കാണാം. രണ്ടിനും രണ്ടല്ല, രണ്ടായിട്ട് സംഭവിക്കുന്നതല്ല, ഒന്നിച്ച് സംഭവിക്കുന്നതാണ്. നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ തന്നെ നമ്മൾ നീതീകരിച്ചു. ഹൃദയം കൊണ്ട് നീതീകരണത്തിനായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്തിനാണ്? ഞാൻ വാ കൊണ്ട് ഏറ്റു പറയുന്നു, അല്ലേ? അവൻ എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് അവനെല്ലാം ചെയ്തു തീർത്തു എന്ന് ഞാൻ എൻ്റെ വാ കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. എൻ്റെ വിശ്വാസം നീതിയായിട്ട് അവൻ അക്കൗണ്ട് ചെയ്യുന്നു, അവൻ കണക്കിടുന്നു. ഞാൻ വാ കൊണ്ട് ഏറ്റു പറഞ്ഞത് എൻ്റെ രക്ഷയ്ക്കായിട്ട് ഏറ്റു പറഞ്ഞു, നീതീകരണത്തിനായിട്ട് വിശ്വസിച്ചു. സോ ഇതെല്ലാം ഒന്നിച്ച് സംഭവിക്കുന്നതാണ്. ആദ്യം ഏത് സംഭവിക്കുന്നു എന്നൊന്നും നമ്മൾ അതിൻ്റെ മേൽ വലിയ ആർഗ്യുമെൻറ്റിനൊന്നും പോകണ്ട. അങ്ങനെയുള്ള ഒരു ടീച്ചിങ് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യം ഏത് സംഭവിച്ചു എന്നുള്ളത് അതൊക്കെ ഇമ്മെറ്റീരിയലാണ്. ഞാൻ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞു, എനിക്ക് രക്ഷയും കിട്ടി, നീതിയും കിട്ടി. 5ാമത്തെ പോയിന്റ്, ദൈവവചനം. ദൈവവചനത്താൽ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷമാണ് 17:17 പറയുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം എന്നുള്ളത് അത് അവിടെ ഇല്ല, നിങ്ങൾ ഓർത്തോണം. 17:17 അവിടെ ക്രിസ്തു പ്രാർത്ഥിക്കുക, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. യാക്കോബ് 1:18 അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഇതാ വീണ്ടും ജനനം എന്ന ആ സ്ഥാനീയ വിശുദ്ധീകരണത്തിലേക്കുള്ള ആ ഒരു ജനനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 1 പത്രോസ് 1:23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കും. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കും. ലിവിങ് സ്പോമിനാൽ, ദൈവത്തിൻ്റെ ലിവിങ് സ്പോമിനാലാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു വചനമാണത്. ഇനി വചനം എന്ന വാക്ക്, വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചു, അല്ലേ? പക്ഷെ ഇനി നമ്മൾ ആ വചനം എന്താണെന്ന്, വചനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ കാണുകയാണ്. എന്താണ് വചനം? നമ്മൾ പറയും ബൈബിളിലെ വചനം, അല്ലേ? പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം എടുത്ത് കാണുകയാണ്. നമ്മളെ വീണ്ടും ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ, ആ വചനം നമ്മളെ വീണ്ടും ജനിപ്പിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ചില സത്യങ്ങൾ നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15:3 യോഹന്നാന്റെ സുവിശേഷം 15:3 പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. സോ അവൻ സംസാരിച്ച വചനം നിമിത്തം അവൻ്റെ ശിഷ്യന്മാർ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് ക്രിസ്തു പറയുകയാണ്. അപ്പോൾ വചനത്തിൻ്റെ പ്രവൃത്തി ഒന്ന് നോക്കിക്കോണം. വചനം എന്താണെന്നുള്ളത് നമ്മളൊന്ന് കാണാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:1 പറഞ്ഞിരിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. അപ്പം 15:3 ചോദിക്കുക, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം. ഇത് രണ്ടും രണ്ടല്ല, ഒന്നാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ വചനം എന്ന് പറയുമ്പോൾ, ഇനി 1 യോഹന്നാന്റെ 1:2 കൂടെ ഒന്ന് നമുക്ക് കാണാം. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു.
അപ്പോൾ ആ വചനവും ഈ വചനവും തമ്മിൽ വ്യത്യാസമുണ്ടോ? നമ്മളെ വീണ്ടും ജനിപ്പിച്ച വചനം, നമ്മൾ കേട്ട വചനം, എന്തോ കേട്ടു അല്ലേ? അവൻ്റെ വചനം കേട്ടു. ആ കേട്ട വചനം എന്തായിരുന്നു? ദൈവം തന്നെയാണ്, ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തു എന്ന വചനത്തെയാണ് നമ്മൾ സ്വീകരിച്ചത്. ആ ക്രിസ്തു എന്ന വചനമാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചത്, നമ്മൾ വീണ്ടും ജനിപ്പിച്ചത്. ആ ക്രിസ്തു എന്ന വചനമാണ് നമ്മളെ ഇന്ന് നിലനിൽക്കുന്നത്. ആ ക്രിസ്തു എന്ന വചനമാണ് നമ്മളെ ഇതുവരെ നമ്മളെ ശുദ്ധിയുള്ളവരാക്കിയത്. ദൈവസന്നിധിയിൽ നമ്മൾക്ക് വിശുദ്ധരാക്കി നമ്മളെ നിർത്തിയത്. ഇനിയും നമ്മളെ വിശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നതും ആ വചനം തന്നെയാണ്, ക്രിസ്തു തന്നെയാണ്. സോ വചനം, അതായത് ക്രിസ്തു, അവൻ്റെ നാമം, അവൻ്റെ ആത്മാവ്, അവൻ്റെ രക്തം, അവൻ്റെ ശരീരം, അവൻ മുഴുവനായിട്ട് നമുക്ക് വേണ്ടി, നമ്മളെ വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടി, നമ്മൾക്ക് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ആ സ്ഥാനം തരാൻ വേണ്ടി അവൻ മുഴുവനായിട്ട്, അവൻ്റെ രക്തം, അവൻ്റെ മാംസം, അവൻ്റെ നാമം, അവൻ്റെ ആത്മാവ്, അവൻ്റെ വചനം എല്ലാം തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് യേശുവിൻ്റെ പുനരുത്ഥാനം. 1 പത്രോസ് 1:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ അകത്ത് 3-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും പിന്നെ 6-ാം വാക്യവുമാണ്. 6-ാം വാക്യത്തിൻ്റെ അവസാനം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. 1 പത്രോസ് 1:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചോണം. പക്ഷേ ഇപ്പം നമ്മൾ ആദ്യമേ കാണാൻ പോകുന്ന 3 മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ, ഇനി 6-ാം വാക്യം പറയുന്നു, നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ദൈവവചനത്തിൻ്റെ, അല്ലെങ്കിൽ ക്രിസ്തു നമ്മളിൽ ചെയ്ത പ്രവർത്തി. ഈ ക്രിസ്തു യേശുവിൻ്റെ പുനരുത്ഥാനത്താൽ, ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ, ക്രിസ്തു യേശുവിൻ്റെ മാംസത്താൽ, ശരീരത്താൽ, അവൻ്റെ യാഗത്താൽ, അവൻ്റെ നാമത്താൽ, അവൻ്റെ വചനത്താൽ, അവൻ്റെ ആത്മാവിനാൽ, അവൻ്റെ പുനരുത്ഥാനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എല്ലാം ക്രിസ്തു മാത്രം. ക്രിസ്തു എന്ന അപൂർണത, അതാണ് നമുക്കുള്ളത്. നമ്മൾ ഇന്നിവിടെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നമുക്ക് വളരാം. ക്രിസ്തു ഇത്രത്തോളം അവനെ തന്നെ നമ്മൾക്ക് വേണ്ടി ചിലവാക്കി എങ്കിൽ നമ്മൾ എത്രത്തോളം അവന് വേണ്ടി ജീവിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളൊന്നോർക്കുക, നമ്മുടെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണം വരെ സംഭവിച്ചു. ഓൾറെഡി 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു യേശുവിൽ സംഭവിച്ചു കഴിഞ്ഞു. അത് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്കുള്ളത് ഈ സത്യങ്ങളെ സ്വീകരിച്ച്, അതിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് അവൻ്റെ ആത്മാവിനോട് ചേർന്ന് നടക്കുക എന്നുള്ളത് മാത്രമാണ്. അവൻ്റെ ആത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ ആ ശുദ്ധീകരണ പ്രക്രിയയിൽ നമ്മളും പൂർണ്ണ പങ്കാളികളാകുക. നമ്മുടെ പൂർണ്ണ പങ്കാളിത്തം ഇല്ലാതെ നമ്മളെ ശുദ്ധീകരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവനോടുകൂടി ചേർന്ന് അധ്വാനിച്ച് വിശുദ്ധിയുടെ പടവുകൾ നമുക്ക് കയറാം. ആ വിശുദ്ധി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച എന്ന് പറയുമ്പോൾ ഒരു വിശുദ്ധിയിൽ നിന്ന് അടുത്ത വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാം. ഒരു പാപത്തിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെട്ട് അടുത്ത അനുഗ്രഹത്തിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ വിട്ടെറിഞ്ഞ്
നമ്മളിലുള്ള അശുദ്ധികളെ വിട്ടെറിഞ്ഞ് നമ്മൾ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അതേ സ്വരൂപമായി തീരുമ്പോഴാണ് കറയോ ചുളിവോ മാലിന്യോ ഒന്നുമില്ലാത്ത സഭയെ അവൻ്റെ മുമ്പിൽ നിർത്തേണ്ടതിന് അല്ലേ. അപ്പം പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിർത്താനായിട്ട് നമ്മൾ യോഗ്യരായി തീരണം. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപപ്പെടാത്ത ഒരാൾക്ക് അന്ന് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ട് നമുക്കൊന്ന് അധ്വാനിക്കാം. നമ്മുടെ അധ്വാനത്തെപ്പറ്റി ഇനി നമുക്ക് കാണാം, തുടർന്നുള്ള ക്ലാസ്സുകളിൽ കാണാം. ഇപ്പം നമ്മൾ ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പിതാവായ ദൈവമേ, നിൻ്റെ പുത്രൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ആ മഹത്വത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക്, ആ തേജസ്സിൻ്റെ മേൽ, ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ സ്വരൂപമായി തീരുവാനായിട്ട് ഞാൻ എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു വലിയ വാഞ്ച ഓരോരുത്തരുടെ ഹൃദയത്തിലും ഉണ്ടാകട്ടെ. കർത്താവെ, ഞാൻ പൂർണ്ണമായിട്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. നിൻ്റെ അനുഗ്രഹത്തിലേക്ക് അവർ പ്രവേശിക്കട്ടെ. ഒരു പുതിയ ജീവിതം അവർ ആരംഭിക്കട്ടെ. കർത്താവെ, ഞാൻ അനുഗ്രഹിക്കുന്നു, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.